ML അശ്വിന് തുടക്കം മുതൽ ഇപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏപ്രിൽ മാസം മുതൽ ഞങ്ങൾ ഈ കാര്യം ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് പോകുമ്പോൾ അവരുടെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് എടുത്തു നോക്കുക. അവർ കൃത്യമായി പറഞ്ഞത് താൽക്കാലിക ടോളല്ലേ എന്നുള്ളതായിരുന്നു. ഞങ്ങളുടെ സമരം കത്തി നിൽക്കുമ്പോൾ മീഡിയകൾക്ക് മുമ്പിൽ അവർക്ക് പറയേണ്ട വന്നു, ഇത് ഇല്ലീഗൽ ടോൾ, അന്യായമോ ടോൾ, ഞങ്ങളിത് റദ്ദ് ചെയ്യാൻ ഇടപെടും എന്നവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞത് നമ്മുടെ സമരം കൊള്ളേണ്ടടുത്ത് കൊണ്ടു, പറയിക്കേണ്ടത് പറയിച്ചു. സത്യത്തിനും ഇന്ത്യ ഭരിക്കുന്ന BJP ആണെന്ന് എല്ലാവർക്കും അറിയാം. ഗതാഗത മന്ത്രി BJP എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രതിനിധിയാണ്. അവർ വിചാരിച്ചിരുന്ന മാധ്യമപ്രവർത്തകരൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുന്നത്. ഒരു ഭരിക്കുന്ന പാർട്ടിയിൽ നിന്ന് ഒരു ടോൾ റദ്ദ് ചെയ്യാൻ ഈ 9 മാസമൊക്കെ വേണമെന്നറിയുന്ന എന്ത് മണ്ടത്തരം, എന്തേ അവർക്ക് കൊടുത്തിട്ട് അന്ന് മീഡിയക്കാരോട് പറയാമായിരുന്നില്ലേ, ആരും സമരം ചെയ്യണ്ട, ആരും ഇതിനൊന്നും ടെൻഷൻ അടിക്കണ്ട, ഇതാ ഓർഡർ വരുന്നുണ്ട്, നാളെ റദ്ദ് ചെയ്യുമെന്ന് പറയാൻ എന്തേ കഴിയാത്തത്? നിങ്ങളൊക്കെ കണ്ടതല്ലേ, 9ഓളം കേസുകൾ വാങ്ങി ജയിൽവാസം അനുഷ്ഠിച്ച് ഒരുപാട് കഷ്ടങ്ങളും നഷ്ടങ്ങളും സഹിച്ച് ഒരു ജനത നിൽക്കുമ്പോൾ അതിൽ നിന്നൊക്കെ കള്ളനും പോലീസും കളിച്ചിട്ട് അവസാനം ഇതിങ്ങനെ കോടതിയിൽ നിന്ന് വിജയിക്കുമെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് വന്നിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിട്ട് ഇത് പറയാനറിയുന്നത്, ഇത് വിശ്വസിക്കാൻ ജനങ്ങളൊന്നും വിഡ്ഢികളല്ല, അവരൊക്കെ ലൈവായി ഇത് കണ്ണുകൊണ്ട് കണ്ട ആളുകളാണ്. സത്യത്തിന് അത് പച്ചക്കള്ളമാണ്. ഞങ്ങൾക്ക് ഒറ്റ മോട്ടോയോ ഉണ്ടായിരുന്നുള്ളൂ. ആക്ഷൻ കമ്മിറ്റി അന്ന് രൂപീകരിക്കുമ്പോൾ BJPയുടെ പങ്കാളിത്തം കൂടി വേണമെന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ആവശ്യമായിരുന്നു. കാരണം കേന്ദ്രം ഭരിക്കുന്ന BJP ആണ്. ഈസിലി അത് പരിഹരിക്കാൻ ഏത് വാതിലും മുട്ടാനൊക്കെ നമ്മൾ തയ്യാറായി നിൽക്കുന്ന സമയമായിരുന്നു. ആദ്യത്തെ മിനിറ്റ്സിന്റെ കോപ്പി അവരെ പഞ്ചായത്ത് പ്രസിഡന്റ് സുചിത്രയാണ് ആദ്യത്തെ യോഗത്തിൽ പങ്കെടുത്തത്. രവീന്ദ്രേട്ടന് സീനിയർ ലീഡർ അവരൊക്കെ ഈ കാര്യത്തിൽ ഞങ്ങൾ ആശയവിനിമയമൊക്കെ നടത്തിയിരുന്നു. പിന്നീട് അവർ മാറി നിന്നതാണ്. ഞങ്ങൾ അതിന് ശേഷവും ഓരോ ആദ്യത്തെ ആക്ഷൻ കമ്മിറ്റിയൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങൾ പരസ്പരം പറയും, ഒന്ന് BJPക്കാരെ വിളിക്കണം, BJPക്കാരെ പങ്കെടുപ്പിക്കണം. കാരണം ഞങ്ങൾ അതിനിടയിൽ ഡൽഹിയിൽ പോകാൻ വേണ്ടിയിട്ട് പറയുമ്പോഴും കൂടെ വരാൻ വേണ്ടിയിട്ട് അവരെ കൂട്ടിയിട്ട് നിതിൻ ഗഡ്കരിനെ പോകാനുള്ള തീരുമാനം പറഞ്ഞപ്പോഴും ഞങ്ങൾക്കറിയാം ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ മുമ്പും ഈ ആക്ഷൻ കമ്മിറ്റി അല്ലാതെ നമ്മൾ ഫൂട്ടോവർ ബ്രിഡ്ജിൻ്റെ 100% സമരം നടത്തുമ്പോഴൊക്കെ BJPക്കാരെ കൂടെയൊക്കെ ഡൽഹിയിൽ പോയ ടീമുണ്ട്. നമ്മൾ ആ രീതിയിൽ പോലും ശ്രമം നടത്തിയിരുന്നു. ഇതിൽ വേറെ എടുത്തു പറയേണ്ട കാര്യം MP അടക്കം, MPക്കും ബ്ലെയിം വരുന്നുണ്ട്. അവസാന നിമിഷത്തിൽ അദ്ദേഹം പാർലമെൻറ്റ് നടക്കുമ്പോൾ ആദ്യം തന്നെ ഈ വിഷയം പാർലമെൻറ്റ് ഉന്നയിക്കാൻ അദ്ദേഹം കൊടുത്തിരുന്നു. അദ്ദേഹം നിതിൻ ഗഡ്കരിക്ക് കത്ത് കൊടുത്തിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MPയും ഇടപെട്ടിരുന്നു. ജില്ലയിലെ എല്ലാ MLAമാരും ഇപ്പോൾ ഇതിനിടയിൽ കാസർകോട്ടെ കളക്ടറിൽ ഒരു യോഗം ചേർന്നപ്പോൾ ഞങ്ങൾ 5 MLAമാർ ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ഈ ഒരു മീറ്റിംഗ് വിളിക്കാൻ വേണ്ടിയിട്ടും ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. എല്ലാ രീതിയിലും ഞങ്ങൾ ശ്രമം നടത്തിയിന്. ഞങ്ങൾ BJPക്കാർ സ്വയം ഈ സമരമുഖത്ത് നിന്ന് മാറി നിന്നവരാണ്. അല്ലാതെ ഞങ്ങൾ ക്ഷണിക്കാതെയോ മാറ്റി നിർത്തുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നിർത്താമെന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്. ഞാൻ രേഖാമൂലം ഉറപ്പ് വരാനാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP എന്ന് പറഞ്ഞത്. സമരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോ രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കോൺഗ്രസ് സൈബർ ടീമൊക്കെ സമരസമിതിയെ കുറ്റവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഇപ്പോഴും പറയുന്നത് നിങ്ങൾ നടത്തിയത് അനാവശ്യ സമരമാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസ് സൈബർ വിങ്ങിന്റെ ആളുകളൊക്കെ സമരമായി എന്നൊക്കെ പറഞ്ഞ് ആളുകൾ നിങ്ങളൊക്കെ ഇപ്പോഴും ചീത്തവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ ഇപ്പോൾ CPMൻ്റെ ഏരിയ സെക്രട്ടറിയാണ് സുബൈർ. ഞങ്ങളെല്ലാവരും പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ പരസ്പരം ഞങ്ങളുടെ പാർട്ടികളുടെയും മുന്നണികളുടെയും വിജയത്തിന് വേണ്ടി കണ്ട പരിചയമില്ലാത്ത രീതിയിൽ പോരാടിയ ആളുകളാണ് അടുത്തടുത്തിരിക്കുന്നത്. മഞ്ചേശ്വരത്തിൻ്റെ പഞ്ചായത്ത് റിസൾട്ടൊക്കെ അറിയാം. ഇനിയിപ്പോൾ നിയമസഭയിലും ഞാനും സുബൈർ അടുത്തിരിക്കുന്നുണ്ട്. അതേ കണ്ട പരിചയമില്ലാത്ത രീതിയിൽ പോരാട്ടം നടത്തുന്ന ആളുകളാണ്. അപ്പോൾ മഞ്ചേശ്വരം ഈ MPയുമായി ബന്ധപ്പെട്ട് MP അതിൻ്റെ കൃത്യമായ ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം ഒരു സൈബർ വിങ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും
അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറേ ഡയലക്സും കാര്യങ്ങളും ഇടുന്ന ആളുകളുണ്ട്. അവസാനം MP ഇന്നലെയും ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു. അദ്ദേഹവും നിതിൻ ഗഡ്കരിനെ കാണുന്ന കാര്യം, ടോൾ നിർത്തലാക്കുന്ന കാര്യത്തിലൊക്കെ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അല്ല, ഞങ്ങളത് കണ്ടു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു 5%, 10% ആളുകൾ എന്ത് ചെയ്യുമ്പോൾ അങ്ങനെ കമൻ്റ് ഇടുന്ന ആളുകളുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിതിൽ ഒരു ലക്ഷ്യവും ഞങ്ങൾക്കില്ലായിരുന്നു. ഒറ്റ ലക്ഷ്യം ഞങ്ങൾക്കുണ്ടായിരുന്നത് രാഷ്ട്രീയ താല്പര്യം മറ്റൊന്നുമില്ല, ആ ടോള് റദ്ദ് ചെയ്യിക്കണം. അത് ഞങ്ങളുടെ നാട്ടുകാരെ, സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഭവം. ആ പോരാട്ടം വിജയിച്ചു എന്ന് മാത്രം പറയാനുള്ള. ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റിന്റെ ഭാരവായി. അല്ല, അത് അങ്ങനെ അല്ല, ഞാൻ പറയുന്നത് അത് നിങ്ങൾ MP-യുമായിട്ട് ചോദിക്കുക. ഞങ്ങൾ MP-യോട് അതിന് ശേഷം അത് ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കിതൊരു സന്തോഷത്തിൻ്റെ മുഹൂർത്തമാണ്. സത്യത്തിന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ഞങ്ങൾ മഞ്ചേശ്വരത്ത് സാധാരണ എന്തെങ്കിലും സംഭവം നടക്കുമ്പോൾ പറയും, ഞങ്ങൾ വലിയ മീഡിയ അറ്റൻഷൻ കിട്ടാത്ത ഏരിയ, ഞങ്ങൾക്ക് മീഡിയക്കാരൊന്നും വരില്ല എന്ന്. അതൊരു യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ പലപ്പോഴും കാസർഗോഡ് ഒരു പ്രോഗ്രാം ഫിക്സ് ചെയ്യുമ്പോഴൊക്കെ പറയും, മഞ്ചേശ്വരത്ത് വേണ്ട, കാസർഗോഡ് വെക്കാണ്. അപ്പോൾ നമ്മൾ മഞ്ചേശ്വരത്തെ പരിപാടി, അപ്പോൾ കാസർഗോഡ് വെക്കുമ്പോൾ കുറച്ചെങ്കിലും ഏതെങ്കിലും മീഡിയകൾ കവർ ചെയ്യുമെന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടായി. സത്യത്തിനും ഞങ്ങളുടെ ഈ സമരത്തിൽ ന്യായത്തിൻ്റെ പക്ഷത്ത്, യാഥാർത്ഥ്യങ്ങളുടെ പക്ഷത്ത് കാസർഗോട്ടെ മീഡിയകളാണ് ഇടപെട്ടത്. മീഡിയകൾക്കൊരു നന്ദി പറയാനും കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേർന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നിങ്ങളുടെ സപ്പോർട്ടിന്. ഓക്കെ, ഇല്ല, ഇപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞ് അഡ്വക്കേറ്റിനെ കോൺടാക്ട് ചെയ്തു. MP കൊടുത്തിട്ടുണ്ട്. ഞങ്ങളൊരു വലിയ മെയിൽ ക്യാമ്പയിൻ നടത്തിയിട്ട് ഒരുപാട് ആളുകൾ മെയിൽ ആയിട്ട് അയച്ചിട്ടുണ്ട്. പാർലമെന്റിൽ ചോദ്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ചെയ്തിട്ടുണ്ട്.